अपने काम से एक बार मुंबई जा रहा था. അപ്പോൾ നമ്മൾ പറഞ്ഞു 5 സ്റ്റോറിയാണ്, അതിലെ 3 സ്റ്റോറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് 4ാമത്തെ സ്റ്റോറിയാണ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മുടെ ലേഖകൻ ജോലി സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മുംബൈയിലേക്ക് പോവായിരുന്നു. ലഡായ് के कारण कंपनी ने गाड़ियों की संख्या कम कर दी थी. അപ്പോൾ യുദ്ധം കാരണം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, വണ്ടികളൊക്കെ കുറച്ചിട്ടുണ്ട്. ഇസ്ലിയെ ഭീഡ് ഖൂബ് രഹത്തി थी. അതുകൊണ്ട് തന്നെ വളരെയധികം ജനങ്ങളായിരുന്നു, ജനത്തിരക്കുണ്ടായിരുന്നു ആ സമയത്ത്. ടിക്കറ്റ് ലേനേക്ക് ലിയേ ബഖായദ ചീന ചപടി ഹോത്തി थी. ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പരസ്പരം ഉന്തും തള്ളും പിടിയും വലിയും അതേപോലെ വഴക്കിടലൊക്കെ ആയിരുന്നു. ഖിടകിക്ക് പാസ് ഭീഡ് ലഗി ഹുയി थी. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു വിൻഡോ സൈഡ് ആണെങ്കിലോ വളരെയധികം ജനങ്ങൾ അവിടെയും തിങ്ങി നിന്നു. ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഖിടക്കി ഉണ്ടാവില്ലേ, നമ്മുടെ ടിക്കറ്റ് തരുന്ന ടിക്കറ്റ് ബാബു ബേച്ചാരെ പരേശാനി സെ ടിക്കറ്റ് ബനാത്തെ ജാത്തേതോ. നമ്മുടെ ആ ഉദ്യോഗസ്ഥനാണെങ്കിൽ വളരെയധികം ക്ഷീണിതനായി ഒരു കഷ്ടപ്പാടുകൾ ഉണ്ടാവില്ല, കാരണം ഇത്രയും ഭീഡ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്, പെട്ടെന്ന് ടിക്കറ്റ് കൊടുക്കും വേണം, ആകെ ഒരു ക്ഷീണിതനായുള്ള ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ആ ഉദ്യോഗസ്ഥൻ. ലേക്കിൻ ഉസ് ചോട്ടി സി ഖിടക്കി മേ ന ജാനെ कितने हाथ घुस रहे थे और न जाने कितनी आवाज़ें मार रही थी. दो टिकट अमरावती അല്ലേ. അപ്പോൾ അതായത് ഒരു ചെറിയൊരു വിൻഡോ എന്ന് പറയാനൊന്നുമില്ല, ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ ആ ടിക്കറ്റ് തരുന്ന സമയത്ത് അത്രയും ഭീടാന്ന് പറഞ്ഞു, അത്രയും ജനത്തിരക്കാണ് അല്ലേ, ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ആ ക്യൂ നിൽക്കുന്ന ആ സമയത്ത് ആളുകൾക്ക് ട്രെയിൻ വരാൻ ടൈമും ആയിട്ടുണ്ടാവും. ആ സമയത്ത് ആ ചെറിയൊരു തരുന്ന ആ ഒരു കവാടം അല്ലെങ്കിൽ ആ വിൻഡോ കൂടെ എത്രത്തോളമാണ് ആ കൈ അതിലേക്ക് ഗുസ്രഹേദാണ് പ്രവേശിക്കുക എന്ന് പറയില്ലേ, എൻട്രി എന്ന് പറയും, എത്രത്തോളം കൈകളാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിരുന്നത് എന്നും മാത്രമല്ല എത്രത്തോളം സൗണ്ടാണ് എല്ലാവരും പറഞ്ഞിരുന്നതും. ചിലപ്പോൾ ടിക്കറ്റ് ആ ക്യൂ അനുസരിച്ചാണ് നിൽക്കുക, പക്ഷേ ചാടിക്കയറി കുറേ പേര് ആ മുന്നിൽ തന്നെ ഒരുമിച്ച് നിൽക്കും. എന്നിട്ട് പറയും അതാണ് ഇതോ ടിക്കറ്റ് അമരാവതി സ്പീഡിൽ. അവർക്ക് ബിസിയാണ്, ഓരോരുത്തരും അവരൊരു കാര്യത്തിന് ബിസി ആയിരിക്കുമല്ലോ, അവരവരുടെ കാര്യം മാത്രമല്ല എല്ലാവർക്കുള്ളൂ. ഇങ്ങനെ ഓരോ ആളുകൾ എന്ത് ചെയ്യാണ്, ഓരോ സ്ഥലത്തേക്ക് പേര് പറഞ്ഞിട്ട് ടിക്കറ്റ് പറയണ്. ബാബു 3:30 ആഘോല ജൽദി ദേന, അരേ ഗാഡി തോ ചൂട്ടി ജാ രഹി ഹെ, ബാബു നാസിക്കായേക്ക് ടിക്കറ്റ്. അപ്പോൾ 3:30 ലാഘോലയും നാസിക്കിലേക്കുള്ളൊരു ടിക്കറ്റും, അയ്യോ അതാ ട്രെയിനൊക്കെ പോകാനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, സ്റ്റേഷനൊക്കെ പോയുന്ന സമയത്ത് ട്രെയിൻ വരുന്നതും വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ടിക്കറ്റ് എടുക്കുന്നതും അല്ലെങ്കിൽ ഓടിക്കയറുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ദൃശ്യം നിങ്ങളെ മൈൻഡിലേക്ക് വരുത്താട്ടാ. അടുത്ത എന്താണ്, ടെഹറോ टिकट बाबू कहते जा रहे थे और पसीने पहुँचते एक आदमी को निपटाते जा रहे थे और उधर गाड़ी आने का वक्त हो रहा था. വെയിറ്റ് ചെയ്യൂ ടിക്കറ്റ് ബാബു. അപ്പോൾ അവരും ഭയങ്കര ടെൻഷനിലായിരിക്കും അല്ലേ, കാരണം ഓരോരുത്തരെ ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞയക്കണം. അപ്പോൾ കത്തേ ചാരഹേദേ അവർ പസീന, അവരാണെങ്കിലോ വിയർപ്പ് കണങ്ങൾ, പസീന എന്ന് പറഞ്ഞാൽ വിയർപ്പ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ പസീന പൊഞ്ചിത്തെന്ന് പറഞ്ഞാൽ വിയർപ്പ് ഇങ്ങനെ തുടച്ചുകൊണ്ട് പറയണേ, ഏക ഓരോരോ ആത്മീയെ ഓരോരോ നമ്മുടെ ആളുകളെ എന്താ ആത്മീയക്ക് നിപ്പിടാതെ എന്ന് പറഞ്ഞാൽ നിപ്പിടാന എന്ന് പറഞ്ഞാലും ഓരോരുടെയും പൂർത്തിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് എന്നൊക്കെ പറയില്ല, ഓ ജാരഹേദേ. എന്നാൽ ഉദർ ഗാഡിയാനേക്ക വക്തു ഹരാത, ഈ സമയത്ത് വണ്ടി വരുന്ന സമയമായിട്ടുണ്ടായിരുന്നു. ലോകോങ്ക ധീരജ് ചൂട്ടനെ ലഖ, ധീരജ് എന്ന് പറഞ്ഞാൽ ക്ഷമ നശിക്കുക എന്നൊക്കെ പറയില്ലേ. ताने कशी शुरू हुई, अरे भैया दक्षिणा चढ़ाओ तब जल्दी टिकट मिलेगा एक बोले. അപ്പോൾ എന്താ പറഞ്ഞത്, താനെ കശി എന്ന് പറഞ്ഞാൽ ഈ പരിഹാസ വിഷയമാക്കുക അല്ലെങ്കിൽ കളിയാക്കി പറയുന്നൊക്കെ പറയില്ല, അത് തുടങ്ങി. കാരണം എല്ലാവരും ക്ഷമയൊക്കെ നശിച്ചു പോയി, ഇപ്പോൾ ഇങ്ങനെ ഇത്രയായിട്ടും ടിക്കറ്റൊന്നും കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഒരുപാട് ജനത്തിരക്കുള്ള ആ സമയത്താണ്, വണ്ടിയാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരേ ഭയ്യ, അപ്പോൾ ഒരാൾ പറയണ എന്താ, ഹരേ ഭയ്യ സഹോദര ദക്ഷിണ ചടാവോ, നിങ്ങൾ ആ ദക്ഷിണപാതിക്ക് ഒന്ന് പോയി നോക്കൂ, അവിടെ നിന്ന് ഇത്രയും പെട്ടെന്ന് ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പോലെ ഒരാൾ പറഞ്ഞപ്പോൾ വേറൊരാളെന്ത് പറഞ്ഞു, ബഡി ഇൻഎഫിഷ്യൻസി, ഇതിലൊരു കാര്യക്ഷമതയും ഇല്ല അവരുടെ ആ ജോലിയിൽ അല്ലെങ്കിൽ വർക്കിൽ എന്ന് പറഞ്ഞിട്ട് എക് സൂട്ട് പഹനെ ഹുയെ സാഹബ് നെ ഫമായ, ഒരു സൂട്ടൊക്കെ കോട്ടൊക്കെ ഇട്ടുള്ള ഒരു സാഹബ് എന്ത് പറഞ്ഞു, അങ്ങനെ ഒരു അഭിപ്രായപ്പെട്ടു, വളരെ ഇൻഎഫിഷ്യൻസി ഹെ. ഹം സ്റ്റേഷൻ മാസ്റ്റർ സെ ശിക്കായത്ത് കറി തീസ്രനി ധംകായ. അപ്പോൾ ഒരാൾ എന്ത് വെല്ലുവിളിച്ചു, ധംകായ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയ, ഞങ്ങൾ ഉറപ്പാണ് ഇത് സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യും, ശിക്കായ എന്ന് പറഞ്ഞാൽ പരാതി കൊടുക്കും. लेकिन टिकट बाबू इन बातों को अनसुना करके अपना काम करते रहे. അപ്പോൾ ടിക്കറ്റ് ബാബു ആണെങ്കിൽ ടിക്കറ്റ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്തില്ല, അവരുടെ ജോലിയുമായി മുന്നോട്ട് പോയി. कभी कभी नाराज़ हो जाते तो अपनी नाराज़ी जो ताने कस रहे थे उन्हें
ടിക്കറ്റ് ദേർ സേ ദേക്കർ നിക്കാളിലേക്ക് കോശിഷ് करने लगी. അപ്പോൾ ചിലപ്പോഴൊക്കെ ദേഷ്യം വരും അല്ലേ. നാരാസോണ ദേഷ്യം വരുന്ന സമയത്ത് തൻ്റെ ആ ദേഷ്യം ഇങ്ങനെ അടക്കി പിടിക്കുക, അല്ലെങ്കിൽ ചിലർ അങ്ങനെ ആ സമയത്ത് നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കില്ല. ആ സമയം എന്ത് ചെയ്യുന്നു, അജോ താനേ കസ്രഹിത, ചിലവരത് പരിഹാസം വിഷയമാക്കിയെടുക്കും, ചിലവരത് കളിയാക്കും അല്ലേ, അതിൽ പിടിച്ചു കയറും ചിലവർ, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇനി ടിക്കറ്റ് ദേർ സേ ദേക്കർ നിക്കാളിലേക്ക് കോശിഷ് करनेലേക്ക് അവർ വീണ്ടും തൻ്റെ ജോലി തുറന്നുകൊണ്ടേയിരുന്നു. വേഗം വേഗം ടിക്കറ്റ് എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അതിനുള്ളൊരു പരിശ്രമം, കോശിഷ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക എന്നൊക്കെ പറയില്ലേ. മീൻ പാസ് ഹേ ഘടാത ടിക്കറ്റ് ലേന ബാക്കി ഹീത. അപ്പോൾ ഞാൻ തൊട്ടടുത്തായിരുന്നു നിന്നിരുന്നത്, എനിക്കും ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു. മേനെ അപ്പനെ പാസ് കെ മുസാഫിറോ സെ ധീരെ സെ കഹ. അപ്പം ഞാനത് തൊട്ടടുത്തുള്ള യാത്രക്കാരനോട്, മുസാഫിറോ എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തുള്ള യാത്രക്കാരനോട് എന്ത് പറഞ്ഞു, ജറ ടഹരിയെ ഭായ് സാബ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ ഭായ് സാബ്, സഹോദര. ദേഖിയേ, നിങ്ങൾ കണ്ടില്ലേ, ബേച്ചാര ബാബു കിത്ന ഫസ് രഹാ ഹെ. കണ്ടില്ലേ ആ ഒരു ഉദ്യോഗസ്ഥൻ എത്രത്തോളം സ്ട്രെസ്ഡാണ്, അല്ലെങ്കിൽ എത്രത്തോളം അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു ജോലിയിൽ സ്ട്രെസ്ഡാണ് നിങ്ങൾ കാണുന്നില്ലേ. ഈ ലഡായിനെ रेलवे कर्मचारियों पर तो बेहद काम का बोझा डाल दिया है, जिसमें छोटे छोटे क्लर्कों का तो മരൺ ഹെപ്പന്ത. നമ്മൾ നേരത്തെ പറഞ്ഞു യുദ്ധം കാരണമാണ് നമ്മുടെ കുറേ വണ്ടികളൊക്കെ റദ്ദാക്കുകയുണ്ടായി, അങ്ങനെയാണ് ട്രെയിനിലും അതിലൊക്കെ ഒരുപാട് ആളുകൾ ഇത്രയും ജനത്തിരക്കെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ നമ്മുടെ ലേഖകർ പറയുന്നത്, ഈ ഒരു യുദ്ധം കാരണം റെയിൽവേ ഉദ്യോഗസ്ഥന്മാർക്കാണ് ആ കനത്ത ജോലിഭാരം അവർക്ക് കൂടുതലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഭാരം ആർക്കാണ്, ചോട്ടെ ചെറിയ ചെറിയ ക്ലർക്ക് പോസ്റ്റുകൾ ഉണ്ടാവില്ലേ അവർക്കാണ്, അല്ലെങ്കിൽ ക്ലർക്കുകൾ ഉണ്ടാവില്ലേ അവർക്കാണ് ഒരുപാട് ജോലിഭാരം വന്നെത്തിയിരിക്കുന്നത്. ഉസ് ഗരീബ് ടിക്കറ്റ് ബാബു പർ ഇൻ ശബ്ദോं का अजीब असर पड़ा. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഉദ്യോഗസ്ഥൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ ഒരു അജീബ്, ഒരു അത്ഭുതകരമായിട്ടുള്ള എന്നൊക്കെ പറയില്ലേ, അസർപ്പെടാന്ന് പറഞ്ഞാൽ സ്വാധീനം ചെലുത്തുക. അത് വളരെയധികം ഒരു ആശ്വാസമായി എന്നൊക്കെ പറയില്ലേ, സ്വാധീനം ചെലുത്തി. ഇത് കേട്ടും, കാരണം ഒരാളെങ്കിൽ ഒരാൾ എന്നൊരു ആശ്വാസവാക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുണ്ടായല്ലോ എന്നാണ് അദ്ദേഹത്തിന്. അതാണ് പെട്ടെന്ന് ഒരാൾ തൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനുണ്ടായല്ലോ എന്നൊരു ആശ്വാസത്തിൽ അദ്ദേഹം എന്ത് പറഞ്ഞു, കുച്ച് പൂച്ചിയെ മത് ബാബു സാബ്. उसने सिर पर से टोपी उठाते हुए कहा, ऐसी पिसाई हो रही है कि हिजाम नहीं. ഒന്നും പറയണ്ട എൻ്റെ സാർ. കാരണം അവർ ആ തൻ്റെ തലയിൽ നിന്നും തൊപ്പി ഊരിയിട്ട് എന്താ പറഞ്ഞ ഉദ്യോഗസ്ഥൻ, AC പിസായ് ഹോ രഹിയെ കി ഹിസാം നഹീം. ഇത്രത്തോളം ഞങ്ങൾ സ്ട്രെസ്ഡാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുകയാണ്. പിസായ് എന്ന് പറഞ്ഞാൽ നുറുങ്ങൽ, മനസ്സിൻ്റെ ഒരു നുറുങ്ങൽ അല്ലെങ്കിൽ വേദന എന്നൊക്കെയാണ്. ഇവിടെ സ്ട്രെസ്ഡാണ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ. ഹിസാമിനെ നമുക്കൊരു കണക്കുമില്ല ആ ഒരു എത്രത്തോളം വേദന അനുഭവിക്കേണ്ടത് എന്നുള്ളത്. കമ്പനീസ് സ്റ്റാഫ് പഠാനേക്കിലെ കഹാത്തോ നമേ ജവാബായ. കമ്പനിയോട് ഞങ്ങൾ പറഞ്ഞു ഇത്രത്തോളം ലഡായിയാണ്, അതുകൊണ്ട് തന്നെ ആളുകൾ കൂടും, ഭീട് വരും, ജനത്തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിവേദനം അയച്ചപ്പോൾ എന്താ പറഞ്ഞത്, നമേ ജവാബായ, ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ള മറുപടി വന്നു. മെഹങ്കായി ഭത്തേ കേലിയെ ദർഖ്വാസ്ത് ദി തോ കത്തെ ഹേ വിചാർ കരേങ്കെ. മെഹങ്കായി ഭത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ എക്സ്പെൻസും അലവൻസും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദർഖ്വാസ്ത് എന്നാൽ നിവേദനം കൊടുത്ത സമയത്ത് അവരെന്താ പറഞ്ഞത്, ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള അതിനും മറുപടി വന്നു. ബഡി മുസീബത്ത് ഹേ. വളരെയധികം ഞങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്, മുസീബത്താണ്, കഷ്ടപ്പാടുണ്ട്. ഖൈർ ആപ്കോ കഹാൻ ജാനാ ഹേ ബാബു സാബ്. അതൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ ആപ്കോ കഹാൻ ജാനാ, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് സാർ എന്ന് പറഞ്ഞു. മുझे उसने ഫൗറൻ ടിക്കറ്റ് ദേ ദിയ. എനിക്ക് പെട്ടെന്ന് തന്നെ, ഫൗറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ടിക്കറ്റ് മുറിച്ച് തന്നു. ഉസി ഹോ ഹല്ലേ മേ പൂച്ച. ആ ഒരു കോലാഹലത്തിനിടയിലും, ഹോഹല്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു കോലാഹലം എന്നൊക്കെ പറയാം, ആ കോലാഹലത്തിനിടയിലും ആ ഒരു ഭീടിൻ്റെ ആ ഒരു ശബ്ദത്തിനിടയിൽ എന്താ ചോദിച്ചവർ, അപ്പ് യഹാം രഹത്തെ ഹേ. നിങ്ങൾ ഇവിടെയാണോ താമസിക്കുന്നത്? അപ്പം ലേഖകൻ എന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ലൗട്ടക്കർ ജറൂർ ദർശൻ ദീജിയേക. തിരിച്ചു വന്ന് നമുക്കൊന്ന് മീറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ തിരിച്ചു വന്ന് നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഉസ്നെ വഹീം സെ നമസ്കാർ കർത്തെ ഹുए कहा और उत्साह से खटाखट ടിക്കറ്റ് കാട്ടുകാർ ഭീഡ് ചാണ്ടിനാ ശുരു കർ ദിയ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമസ്കാരമൊക്കെ പറഞ്ഞ് ടിക്കറ്റ് മറ്റുള്ള ജനങ്ങൾക്കൊക്കെ കൊടുക്കുവാൻ വേണ്ടി തുടങ്ങി. ഘടാഘടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കൊടുക്കുവാൻ വേണ്ടി തുടങ്ങി. ചോട്ടി സി ഘടന. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. എൻ്റെ നോക്കിക്കേ, ചോട്ടി സി ഘടന ഹെ ലേക്കിൻ എക് സബക് സിഖാത്തി ഹെ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ചെറിയൊരു സംഭവമാണ് അല്ലേ, എന്നാൽ അതിൻ്റെ ഗുണപാഠം. സബക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഒരു ഗുണപാഠം എന്നൊക്കെ പറയില്ലേ. ആ സബക് സിഖാത്തി, ഒരു ഗുണപാഠം നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ട്, അല്ലെങ്കിൽ പാഠം നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. ബാത്തോ സച്ച് തീ കി
ടിക്കറ്റ് ബാബു കാ കാം ബഹുത് ബഡ് ഗയാ ഥാ. ആ ബാത് തോ സച്ച് ദി ഹൈ. ഒരു കാര്യം സത്യമാണ്, ടിക്കറ്റ് ബാബു ആ ഉദ്യോഗസ്ഥൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. യുദ്ധക്കെ കാരണം സഭി മഹക്കമോ കാ യഹി ഹാൽ ഹേ. ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും യുദ്ധം കാരണം, മഹക്കമോ എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് തന്നെയാണ് അവസ്ഥ. യഹി ഹാൽ ഹേ ജിനോനെ താനെ കസി ഉൻകെ ഖിലാഫ് ഉസ്കാ ദിൽ കടാ ഹോ ഗയാ. അപ്പം എന്താ പറയുന്നത്, ഇങ്ങനെ കേട്ട് കേട്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ താനെ കസേനാൽ ആ ഒരു പരിഹാസം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ചീത്ത കേട്ടിട്ടും അല്ലെങ്കിൽ കളിയാക്കൽ കേട്ടിട്ടും അവർ ഹൃദയം എന്നുള്ളത് ദിൽ കടാ ഹോ ഗയാ. കടാവന എന്നാണ് ഹൃദയം കഠിനമായി തഴമ്പിക്കുക എന്ന് പറയില്ലേ, കേട്ട് കേട്ട് ചീത്തകൾ കേട്ടിട്ട്. മീനെ സഹാനുഭൂതി ദർശായിത്തോ ഉസ്കാ ഹൃദയം മോംസാ ഹോ ഗയാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ ഒരു ലേഖകൻ ആ സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് മറ്റു യാത്രികരോട് പറഞ്ഞു അല്ലേ. അതാര് കേട്ടു? ആ ഉദ്യോഗസ്ഥൻ കേട്ടു. ആ സമയത്ത് എന്താണ് ആ ഒരു സഹാനുഭൂതി ഞാനവിടെ ചെയ്തപ്പോൾ അവർ കാട്ടിയപ്പോൾ എന്താണ്, ഉസ്ക ഹൃദയം മോംസാവുക. അവരുടെ ഹൃദയം എന്ന് പറയുന്നത് മെഴുകുപോലെയായി. മോംസാവുക എന്നാണ് മെഴുകുപോലെ അലിഞ്ഞില്ലാണ്ടെയായി ആ ഒരു തഴമ്പിച്ച ആ ഒരു ഹൃദയം എന്ന് പറയുന്നത്. और उसने केवल मुझे ही नहीं बल्कि दूसरों को भी जल्दी जल्दी ടിക്കറ്റ് ദേനാ ശുരു കിയ. അപ്പം എനിക്ക് മാത്രമല്ല അവർ ടിക്കറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ തുടങ്ങിയത്, മറ്റുള്ള എൻ്റെ കഴിഞ്ഞ് വന്ന മറ്റുള്ള ആളുകൾക്കും അവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കൊടുക്കുവാൻ വേണ്ടി തുടങ്ങി. സഹാനുഭൂതിക്ക് ഉൻ ദോടേസെ ശബ്ദോനെ ഉസേ നെയ്യ് താക്കദ്ധി. അപ്പോൾ ഞാൻ ആ സമയത്ത് ആ സഹാനുഭൂതി ആ ഒരു വാക്കുകൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിനൊരു പുതിയൊരു ഉണർവ് നൽകി, അല്ലെങ്കിൽ ഊർജ്ജം നൽകി, ഒരു ശക്തി നൽകി എന്നൊക്കെ പറയില്ല. താക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെങ്ത്ത് നൽകി. മേരെ ശബ്ദ് മഹജ് ഉസേ ഖുഷ് കർനെ കെ ലിയെ നഹീം കഹേ ഗയേ ഥി. അപ്പം എന്താ, എൻ്റെ ശബ്ദം ഞാൻ പറഞ്ഞ ആ വാക്കുകൾ എന്ന് പറയുന്നത് മഹജ് പറഞ്ഞാൽ കേവലം വാക്കുകൾ എന്ന് പറയുന്നത് കേവലം അവർക്കൊരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളതായിരുന്നില്ല. എൻ്റെ സച്ച് ഹൃദയസേ അല്ല, എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. സച്ചേ ഹൃദയസേ നിക്ലേതേ ഒരു വ ഭാഭൂബി സച്ചായിക്കോ സമജ് ഗയാ. അവർക്കും ആ ഒരു എൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് വന്നതാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു സച്ചായിക്കോ സമജ് ഗയ, എൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഉസ്പറുർക്ക തുരന്ത് അസറുവ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ അതൊരു എന്താ പറയുക സ്വാധീനം ചെലുത്തിയത് അദ്ദേഹത്തിൽ അല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹം അടുത്ത യാത്രികർക്കും ടിക്കറ്റ് വേഗം കൊടുക്കാൻ തുടങ്ങിയതും. അസറുവ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വാധീനം ചെലുത്തുക, എഫക്റ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ. हो सकता है उसके मन को उन शब्दों से कुछ सांत्वना मिली हो और मुझे क्या कीमत देनी पड़ी, കുച്ച് നഹീം. അപ്പോൾ ഹോ സക്താ ഹെ, ചിലപ്പോൾ എന്തായിരിക്കാം എൻ്റെ ആ ഒരു ചെറിയ വാക്കുകൾ അദ്ദേഹത്തിന് ആ സാന്ത്വനം ആ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരിക്കാം. എനിക്കതിൽ നിന്ന് എന്താണ് കിട്ടിയത്, എനിക്ക് കീമത്തിന് എന്ത് വിലയാണ് എനിക്ക് കിട്ടി, പ്രൈസ് എന്നൊക്കെ പറയില്ല, കീമത്ത് എന്ത് വിലയാണ് എനിക്ക് അതിന് കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു സാന്ത്വനം അദ്ദേഹത്തിന് നൽകിയപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, കുച്ച് നഹീം, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ കഥയിലൂടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? മറ്റു കഥകൾ പോലെ തന്നെ എന്താ, നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ കഴിയാവുന്ന വിധം എന്ത് കൊടുക്കുക, ഒരു സാന്ത്വന കൊടുക്കുക, ആശ്വാസം കൊടുക്കുക. ആശ്വാസം എനിക്കെന്ത് കിട്ടും അല്ലെങ്കിൽ എനിക്ക് എന്ത് ലാഭം കിട്ടും അത് കൊടുത്താൽ എന്നല്ല ചിന്തിക്കേണ്ടത്. എന്താണ്, മറ്റുള്ളവർക്ക് നമുക്ക് നമ്മളാൽ കഴിയുന്ന വിധം എന്ത് കൊടുക്കുക, ആശ്വാസം കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ സ്റ്റോറി നോക്കിക്കേ. എക് ബാർ മേ ബാങ്ക് മേ അപ്നാ ഹിസാബ് ഖോൽനെ കെ ലിയേ ഖയാ. ഒരിക്കലും ഞാൻ ബാങ്കിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പുതിയ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടി, ഹിസാബ് ഖോൽന എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് തുടങ്ങുന്നത്. അപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിലോട്ട് പോയി. ക്ലർക്ക് മുझसे സവാൽ പൂछता जाता था और പാസ്ബുക്ക് में ദർജ करता जाता था. അപ്പം എന്താ, അവിടുത്തെ ക്ലർക്ക് എന്നോട് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ തുടങ്ങി. സവാൽ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവർ പാസ്ബുക്ക് മേ ദർജ കർത്താ ജാത്താ. പാസ്ബുക്കിലാണെങ്കിൽ എൻ്റെതൊക്കെ ചേർത്താനും തുടങ്ങി. ദർജ എന്ന് പറഞ്ഞാൽ ചേർത്താൻ തുടങ്ങുക. മേനെ ദേഖാ ഉസ്കെ അക്ഷർ ദർഅസൽ ബഹുത് അച്ഛേ ഹേ. അപ്പോൾ അപ്പോഴാണ് ഞാൻ പാസ്ബുക്കിൽ ചേർക്കുമ്പോഴാണ് കണ്ടത് അവരുടെ എഴുത്ത്, കൈയക്ഷരം, ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ദർഅസൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. മെയിൻ ഫൗറൻ കഹ, ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ എന്ത് പറഞ്ഞു, ജറ പാസ്ബുക്ക് ദിക്കായിട്ടോ, ഒന്ന് ആ പാസ്ബുക്ക് ഒന്ന് കാണിച്ചേ. ആപ്കോ ലിപി ബഹുത് സുന്ദർ ദിഖ്തി ഹേ. നിങ്ങളുടെ കൈയക്ഷരം വളരെ നല്ലതാണല്ലോ. और उसे नज़दीक से देखकर मैंने कुछ मन ही मन और ज़ोर से कहा. അപ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് പോയി. നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് പോയിട്ട് കുറച്ച് മനസ്സിലും അതേപോലെ തന്നെ കുറച്ച് ഉറക്കിയും എന്ത് പറഞ്ഞു, സോർ സേ കഹ, ബ്യൂട്ടിഫുൾ, വളരെയധികം നന്നായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ. ഉസ് ക്ലർക്ക് ക ചെഹര പ്രസന്നത സേ ഖിൽ ഹുഡ. അപ്പോൾ ക്ലർക്കിന് വളരെയധികം സന്തോഷമായി.
बैंक के रुके आंकड़ों से മാതാ പച്ചി करते करते उसका तमाम दिन बीता है. നമുക്കറിയാലേ ബാങ്കിലെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ രുക്കെ ആങ്കടോ എന്ന് പറഞ്ഞാൽ ആ വിരസമായിട്ടുള്ള ആ ഒരു ആങ്കട കണക്കിലും, ആങ്കടോ എന്ന് പറഞ്ഞാൽ ആ കണക്കിലും മാതാ പഞ്ചി ആ വലിയ വലിയ ചിന്തകളൊക്കെ വേണം. കാരണം കണക്കാണ്, തെറ്റിപ്പോയാൽ കഴിഞ്ഞു അല്ലേ. അതേപോലെ തന്നെ അങ്ങനെയായിരുന്നു അവരുടെ ഓരോ തമാം ദിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവർ കഴിഞ്ഞു പോയിരുന്നത്. കാം കെ ഉൻ നീരസ് ഘണ്ടോമേ ഉസെ ആനന്ദ് കാ അനുഭവം നഹി ഹുവാ. ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് അവർക്ക് ഒരു സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. കുച്ച് അഭിമാൻ സെ और कुछ വിനയ് സെ വ ധീരെ സെ ബോല. കുറച്ച് ഒരു പ്രൗഡായിട്ട് വളരെയധികം അഭിമാനം കൊണ്ടിട്ടും അതേപോലത്തെ കുറച്ച് ഒരു വിനയത്തോടു കൂടി അവരെന്താ പറഞ്ഞത്, ജി ഹാ മാനേജർ സാഹിബ് ने भी इस बारे में मेरी तारीफ़ की है. മാനേജർ സാഹിബും എന്നോടിത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രശംസ നൽകിയിട്ടുണ്ട്. എന്താണ്? जी हाँ, मैनेजर साहब ने भी इस बारे में भी मेरी तारीफ़ की है. हाई स्कूल में मुझे हस्तलिपि के लिए पहला पारितोषिक भी मिला था. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കിതിന് സമ്മാനവും കിട്ടിയിട്ടുണ്ടായിരുന്നു, പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹസ്തലിപി എന്ന് പറഞ്ഞാൽ കൈയക്ഷരത്തിന് വേണ്ടിയിട്ട് എനിക്ക് പ്രൈസും കിട്ടിയിട്ടുണ്ടായിരുന്നു. കോയി ആശ്ചര്യക്ക് ബാത് നഹി മേനെ കഹാ. എന്നാൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഉസ്കാ ആനന്ദ് സെ ഖിലാ ഹുവ ചെഹ്റ അബ് ഭീ മേരി ആँखों के सामने है. ഇപ്പം ആ സമയത്ത് അവരുടെ ആ ഒരു ആനന്ദം നിറഞ്ഞ സന്തോഷകരമായിട്ടുള്ള ആ മുഖം എന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നാണ്. ഇപ്പോഴും ഞാൻ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹോ സക്താ ഹെ കി ഉസ് ദിൻ शाम को उसने अपने दोस्तों से इस छोटी सी घटना का जिक्र किया हो, अपने पत्नी से ये बात अभिमान के साथ कही हो. ചിലപ്പോൾ എന്തായിരിക്കാം, ചിലപ്പോൾ ഈവനിങ്ങിൽ തൻ്റെ സുഹൃത്തുക്കളോട് ഈ ഒരു ചെറിയൊരു സംഭവം സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. സിക്ർ എന്ന് പറഞ്ഞാൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ തൻ്റെ പത്നിയോടും തൻ്റെ ഭാര്യനോടും അഭിമാനപൂർവ്വം ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. उसमें एक गुण था, उसकी सच्चे मन से धा दी गई इसलिए वह खुश हो गया. അപ്പോൾ അദ്ദേഹത്തിലൊരു ഗുണം ഉണ്ടായിരുന്നു, അത് ഞാൻ എൻ്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര സന്തുഷ്ടവാനായത് അല്ലേ. ദാദി ഗൈ എന്നാണ് പ്രശംസ. शायद दूसरे क्लर्क उसके इस गुण के कारण से जलते हो और उन्होंने कभी प्रशंसा का एक शब्द भी न कहा हो, लेकिन आज तो उसके गुण की कद्र की गई. അപ്പം എന്താ, ഒരു പക്ഷേ മറ്റ് ക്ലർക്കിനൊക്കെ അറിയാമായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്നുള്ളത്. പക്ഷേ ജലത്തെ എന്ന് പറഞ്ഞാൽ ആ ഒരു ജലസ് കാരണം, അസൂയ കാരണം ചിലപ്പോൾ ചിലവരെന്താ പറയുക പറയില്ല, തുറന്ന് പറയില്ല. എന്നാൽ ഇന്നാണെങ്കിലോ അദ്ദേഹത്തിന് ആ ഗുണം മെൻഷൻ ചെയ്യപ്പെട്ടു. ഗദ്രകീയ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥം. മുझे भी बड़ी प्रसन्नता हुई कि मैं उन थोड़े से शब्दों द्वारा उस क्लर्क के जीवन में किंचित मात्र भी क्यों न हो सुख तो पहुंचा सका. കിഞ്ചിത് മാത്രം എന്നാൽ കേവലം. അപ്പോൾ എനിക്കും വളരെയധികം സന്തോഷമായി. കാരണം ഞാൻ അദ്ദേഹത്തിന് ഗുണം തുറന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ആ ഒരു ലൈഫിനിടയിൽ, അതും ബാങ്ക് ലൈഫാണ് എന്ന് പറയുന്നത് അല്ലേ, വെറും കണക്കും കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ദിവസം തള്ളി നിൽക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ചെറിയൊരു വാക്കുകൾ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി, അതേപോലെ തന്നെ എനിക്ക് സന്തോഷമായി അല്ലേ. അതാണ് സുഖത്തോ പഹുഞ്ചസക. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കുറച്ചെങ്കിലും ഒരു ആ സുഖം ഞാൻ കൊടുത്തു അല്ലേ. ആ ഒരു പ്രൗഡ് എനിക്കുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു സന്തോഷം എനിക്കുണ്ട് എന്നാണ് നമ്മുടെ ലേഖകൻ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 5 സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ആനന്ദിക്ക് ഫുൾ ചെടിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനന്ത് ഗോപാൽജി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരോട് എങ്ങനെയാണ് സഹാനുഭൂതിയിൽ, സ്നേഹത്തിലൊക്കെ നമ്മൾ പെരുമാറുക. അവരുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ അവരുടെ നന്മ ഒക്കെ കണ്ടാൽ അപ്പം തന്നെ നമ്മൾ പറയുക, അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ട് എപ്പോഴെങ്കിലും പറയുക, അല്ലെങ്കിൽ പറയാതിരിക്കുക എന്നതല്ല വേണ്ടത്. അത് അപ്പം തന്നെ പ്രശംസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ, ആ ഒരു മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് കൂടുതൽ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ദൃഢമാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, അത് ഈ സരളമായിട്ടുള്ളൊരു ഭാഷയിലൂടെ നമുക്ക് ലേഖകന് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ ഈ സന്തോഷത്തിൻ്റെ പൂത്തിരികൾ തെളിവാൻ സാധ്യത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ മനസ്സിലാക്കിപ്പിക്കുകയാണ് നമ്മുടെ അനന്ത് ഗോപാൽജി ചെയ്യുന്നത്. മാത്രമല്ല, നമ്മൾ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുമ്പോൾ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മനസ്സിൽ ആനന്ദം നിറയുന്നു അല്ലേ, സന്തോഷം നിറയുന്നു. അതേപോലെ തന്നെ പരസ്നേഹവും അതേപോലെ തന്നെ പ്രോത്സാഹനവും മറ്റുള്ളവരുടെ നന്മ കാണാനുള്ള മനോഭാവവും നമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് സ്വയം
നമ്മുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവരിലും എപ്പോഴും എന്തുണ്ടായിരിക്കും? സമാധാനവും സന്തോഷവും എല്ലാം നിലനിൽക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചാപ്റ്റർ ആനന്ദിക്ക് ഫുൾ ചെടിയാം എന്ന് പറഞ്ഞ് നമ്മുടെ അനന്ത് ഗോപാൽ ഷേവ്ഡേജിയുടെ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ഹിന്ദി ഈ ഗുരു എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ധന്യവാദ് ബച്ചു.